അദ്ദേഹത്തെ CPM-ഉം പോലീസും വേട്ടയാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. CPM-ഉം പോലീസും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും സുഗതനെതിരെ ഇങ്ങനെ വ്യാജ ആരോപണങ്ങളും കേസുകളുമായി മുന്നോട്ട് പോയത്. ഈ 2 കാപ്പ എടുത്തു എന്ന് ജനങ്ങളെ ഇത്രയും ഈ ആരോപണങ്ങൾ വന്നിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകോണത്തെ ജനങ്ങൾ 450 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുഗതനെ ജയിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് സമൂഹത്തിന് കേൾക്കാൻ പറ്റാത്ത ഒരു അസഭ്യ വർഷങ്ങളും ഒക്കെ മുഖത്തുന്ന ഒരു ക്രിമിനൽ സംഘവും സാമൂഹ്യ വിരുദ്ധന്മാരുടെ അഴിഞ്ഞാട്ടമാണ്. ഇവിടുത്തെ SHO വിപിന് മുൻ MLA-ക്കും CPM-നും സുഗതനെ വീണ്ടും കൊടുക്കുവാനുള്ള ഒരു അവസരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തതാണ് വെള്ളൈക്കടവ് കേസ്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം നഗരസഭയിലെ BJP വാർഡ് കൗൺസിലറായ സുഗതനെ വീട് കയറി പോലീസ് അതിനാടകീയമായി അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസ് ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ അഴിക്കുള്ളിൽ ആക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ BJP നിലവിൽ വലിയ പ്രതിഷേധവുമായി ഈ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിക്കൊണ്ട് നിലവിലിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നോ ഇന്നലെയോ സുഗതൻ എന്ന BJP-കാരനെ വേട്ടയാടാൻ തുടങ്ങിയതല്ല. പോലീസുകാരും CPM-കാരും വർഷങ്ങൾക്ക് മുൻപേ സുഗതനെ ശത്രുവായാണ് കാണുന്നത്. ഇവിടെ ഈ റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്തിയതിന് ഉൾപ്പെടെ കാപ്പ കേസ് ചുമത്തി എന്നാണ് BJP നിലവിലിപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം BJP-യുടെ സിറ്റി ജില്ലാ അധ്യക്ഷനായ കരമന ജയൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ പ്രചരിച്ചു വരികയാണ്. അതിൻ്റെ ഒരു വിശദീകരണമാണ് ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ മാധ്യമ സമൂഹത്തിന് നൽകുന്നത്. സുഗതനെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ കൗൺസിലറാണ്, BJP-യുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. വാഴോട്ടുകോണത്തെ ജനങ്ങൾ കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തെ CPM-ഉം പോലീസും വേട്ടയാടാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 2016 ശ്രീ സുഗതൻ യുവമോർച്ചയുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന കാലഘട്ടം തൊട്ടാണ് അദ്ദേഹത്തെ വേട്ടയാടൽ, അദ്ദേഹത്തെ സമൂഹത്തിന് മുമ്പിൽ നശിപ്പിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചത്. സുഗതനെതിരെ കാപ്പ ചുമത്തി. ആ കാപ്പ ചുമത്തുമ്പോൾ സാമൂഹ്യ വിരുദ്ധനാണ് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ വ്യാജ സന്ദേശം കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് CPM-ഉം കഴിഞ്ഞ സർക്കാരും വട്ടിയൂർക്കാവ് പോലീസും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ വ്യാജ വാർത്ത, വ്യാജ ആരോപണങ്ങൾ അത് സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ തരികയാണ്. ആദ്യം കാപ്പ ചുമത്തിയത് 2023-ലാണ്. 4/10/2023 28/CP/2023 പ്രകാരമാണ് ആദ്യത്തെ കാപ്പ ചുമത്തിയത്. ആ കാപ്പയിൽ നമുക്കറിയാം 6 മാസം അയാളെ നാട് വിട്ടു നിൽക്കണമെന്നാണ് ആ കാപ്പയിൽ ചുമത്തിയിട്ടുള്ളത്. അതിൽ അഡ്വൈസറി ബോർഡിൽ അപ്പീൽ പോയപ്പോൾ സുഗതൻ്റെ ഭാഗത്തു നിന്നും RG മെറ്റൽസിൻ്റെ ഉടമയും കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്ന അതിൻ്റെ ഉടമയും ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും ആയതിനാൽ
സ്ഥലത്ത് നിന്ന് മാറി നിന്നാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തിനെയും ബിസിനസ്സിനെയും ബാധിക്കുന്നു. അത് കണ്ടതിലാണ് ബോർഡ് അയാളെ 6 മാസത്തേക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടെന്ന് പറഞ്ഞതും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ പറയാനുള്ള വിധി വന്നത്. രണ്ടാമത് 2025 അപ്പോഴും ഇവർ നിരാശരായി. ഇയാൾ നാട് കടത്താനുള്ള ഒരു ശ്രമം, ഈ മാധ്യമങ്ങൾ ഇന്നലെയൊക്കെ പ്രചരിപ്പിച്ചത് നാട് കടത്തി എന്നതാണ്. അത് നടത്തില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 2025 വീണ്ടും 49/CP/2025 29/8/25 വീണ്ടും ഉത്തരവിറക്കി. വീണ്ടും ട്രാൻസ്ലൊക്കേഷൻ പറഞ്ഞു, മാറി നിൽക്കണം, നാട്ടിൽ നിന്ന് മാറണം. വീണ്ടും അപ്പീൽ പോയി, ബോർഡിൽ അപ്പീൽ പോയി. വീണ്ടും അപ്പീൽ അംഗീകരിച്ചുകൊണ്ട് ഞായറാഴ്ചകളിൽ ഒപ്പിടാൻ പറഞ്ഞു. ട്രാൻസ്ലൊക്കേഷൻ വിധിയെ റദ്ദ് ചെയ്തു. CPM-ഉം പോലീസും വിചാരിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വീണ്ടും സുഗതനെതിരെ ഇങ്ങനെ വ്യാജ ആരോപണങ്ങളും കേസുകളുമായി മുന്നോട്ട് പോയത്. 2 പ്രാവശ്യം കാപ്പ എടുത്തിട്ടും അത് ഈ 2 പ്രാവശ്യം കാപ്പ എടുത്തത് 2012 മുതലുള്ള വഴിയിൽ കുത്തിയിരിപ്പ് അടക്കമുള്ള ഉപരോധമടക്കമുള്ള നിരവധി സെക്ഷൻ 183 പ്രകാരമുള്ള ഈ ചെറിയ ചെറിയ കേസുകൾ കൂട്ടി കോർത്താണ് ഈ 2 കാപ്പയും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകുന്ന കേസുകളാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, ഇവിടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം, അല്ലെങ്കിൽ നേരത്തെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം, രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം വരുന്ന ഉപരോധം നടത്തുമ്പോഴും സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോഴും അല്ലെങ്കിൽ റോഡിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരിക്കുന്ന അടക്കമുള്ള കേസുകൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ ഈ കേസുകൾ വെച്ചാണ് കാപ്പ 2012 മുതലുള്ള കേസുകൾ ഇതെല്ലാം വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം സുഗതനെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ട കേസുകളുമാണ്. അതും ബോർഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ 2 കാപ്പയും നിലനിർത്താത്തതും സ്റ്റേഷനിൽ മാത്രം ഒപ്പിടാൻ ട്രാൻസ്ലൊക്കേഷൻ അനുവദിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് ഈ കാപ്പ സെക്ഷനിലെ 2-ാം വകുപ്പ് അനുസരിച്ച് ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കൊടും ക്രിമിനലുകൾ, മദ്യക്കുപ്പി കച്ചവടക്കാർ, കൊട്ടേഷൻ മാഫിയ തലവന്മാർ, മാഫിയ സംഘങ്ങൾ, കള്ളനോട്ടടിക്കാർ, മണി ചെയിൻ കച്ചവടക്കാർ, വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ, സിനിമ പൈറേറ്റ് ചെയ്യുന്നവർ, വസ്തുക്കയ്യേറ്റം, അനധികൃതമായ വസ്തുക്കയറ്റം, നിരന്തരമായി ജനങ്ങളുടെ വസ്തുക്കൾ കയ്യേറ്റം വയ്ക്കുന്നവർ അടക്കമുള്ള ആൾക്കാരുടെ പേരിലാണ് കാപ്പ 2 പ്രകാരം എടുക്കേണ്ടത്. പക്ഷെ സുഗതനെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ആ പ്രദേശത്ത് ജനങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഈ 2 കാപ്പ എടുത്തു എന്ന് ജനങ്ങളെ ഇത്രയും ഈ ആരോപണങ്ങൾ വന്നിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകോണത്തെ ജനങ്ങൾ 450 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് സുഗതനെ ജയിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതും CPM-ന്റെ കോട്ടയായിട്ടുള്ള വാഴോട്ടുകോണം വാർഡിലാണ് സുഗതൻ ജയിച്ചത്. BJP-ക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ആ വാർഡിൽ 450ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ സുഗതൻ BJP സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ സുഗതനെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയായി. CPM നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു കൊടും ക്രിമിനലായിട്ടുള്ള ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ക്രിമിനൽ ചിന്താഗതിയുള്ള ഒരു SHOയെ കൊണ്ടവിടെ ഇരുത്തി. പർപ്പസായിട്ട് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലെ SHOയെ കൊണ്ട് ഇരുത്തി തന്നെ ഒരു മുൻ MLA-യുടെ ഒത്താശയോടുകൂടിയും ആ മുൻ MLA-യുടെ വിജയത്തിന് വിഘാതമായി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇനി തനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സുഗതനെയും BJP-യും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ SHO വിപിൻ എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു പോലീസ് ഓഫീസറെ അവിടെ നിയമിച്ചത്. അതിനുശേഷം വീണ്ടും ഈ സുഗതൻ്റെ പിന്നിൽ പോയി
സുഗതനെ അപകടപ്പെടുത്തുക, സുഗതനെ നശിപ്പിക്കുക, സുഗതനെ കൗൺസിൽ പദവിയിൽ നിന്ന് മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പോലീസിൻ്റെ SHO വിപിൻ്റെ നേതൃത്വത്തിൽ, സുഗതനെ മാത്രമല്ല ആ പ്രദേശത്തുള്ള BJPയെയും മറ്റ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയൊക്കെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ SHO കഴിഞ്ഞ 4-5 മാസങ്ങളായി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം എടുത്തിട്ടുള്ള കാപ്പ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് DCTVM 6127/2026-C5 പ്രകാരം 8/6/2026 ജൂൺ 8-ന് 26-നാണ് കളക്ടർ ഉത്തരവിറക്കിയത്. 31/3/2026 വട്ടിയൂർക്കാവ് SHO 295/GL/T6/26 നമ്പർ റിപ്പോർട്ട് മേലാധികാരികൾ മുകളിൽ കൊടുത്തു സുഗതനെതിരെ. 1/4/2026 കഴിഞ്ഞ ഏപ്രിൽ 26 കണ്ടോൺമെന്റ് AC 1291/K/2026 മറ്റൊരു റിപ്പോർട്ടും കൊടുത്തു. തുടർന്നാണ് 11/5/26 2/6/26 72/K/DCP ലോ ആൻഡ് ഓർഡർ TC 2026 ഈ റിപ്പോർട്ട് കളക്ടർക്ക് കൊടുത്തു. ഇത് പ്രകാരമാണ് ഇപ്പോഴത്തെ കാപ്പ വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ കാപ്പ വന്നതിൽ ഏറ്റവും രസകരമായ കാര്യം 7 കേസുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഒന്ന്, വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ 1687/19 ഡാനി എന്ന് പറയുന്ന ഒരു ക്രിമിനലുമായി അടിയുണ്ടാക്കിയെന്നാണ് കേസ്. അത് കള്ളക്കേസാണ്. നെടുമങ്ങാട് കോടതി ജാമ്യം കൊടുത്തിട്ടുണ്ട്. അത് കോടതിയിൽ വിചാരണ നടക്കുന്നുണ്ട്. ജാമ്യമെടുത്ത് കോടതി കൃത്യമായും അയാൾ പോകുന്നുണ്ട്. രണ്ടാമത്തെ കേസ് ഒരു മണ്ണ് മാഫിയക്കാരൻ വാദിയായിട്ടുള്ള കേസാണ്. അയാളെ ടിപ്പർ ലാറി കാരണം മണ്ണ് മാഫിയക്കെതിരെ ശക്തമായ പോരാട്ടം സുഗതന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസും കൂടെ ചേർന്ന് മണ്ണ് മാഫിയ ഈ കാരനും ആ വട്ടിയൂർക്കാവുള്ള അയാളെ ടിപ്പർ ലോറി അടിച്ച് എന്ന് പറഞ്ഞ 2 കേസ് എടുത്തിട്ടുണ്ട്. അതിൽ 677/2023 678/2023 ഈ കേസ് 2 കേസിലും 677/2023 അത് ജില്ലാ കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിട്ടുണ്ട്. ജില്ലാ കോടതി കൊടുത്തതാണ്. 678/2023 സ്റ്റേഷൻ ജാമ്യം കൊടുത്തു. സ്റ്റേഷൻ ജാമ്യം കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കണം, സ്റ്റേഷൻ ജാമ്യം കൊടുക്കുക. കേസിൻ്റെ എത്രത്തോളം തീവ്രത മനസ്സിലാക്കണം. കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിചാരണ നടക്കുന്നുണ്ട്. 4ാമത്തെ കേസ് സുഗതനെ അപകടപ്പെടുത്താൻ ശ്രമിച്ച കേസാണ്. കൗണ്ടർ കേസാണ്. അതിനെ സുഗതൻ നേരിട്ടുള്ള ഒരു ആക്രമണമാണ്. അത് 2 കേസെടുത്തിട്ടുണ്ട്. സുഗതൻ പ്രതിയായും കേസെടുത്തിട്ടുണ്ട്. സുഗതൻ വാദിയായിട്ടും കേസെടുത്തിട്ടുണ്ട്. 252/25 സുഗതൻ വാദി, അത് കള്ളക്കേസാണ്. സുഗതൻ വാദിയായിട്ടുള്ള കേസ് അതുകൊണ്ട് സുഗതനെ പ്രതിയാക്കിക്കൊണ്ടുള്ള കള്ളക്കേസും ചുമത്തിയിട്ടുണ്ട്. ഇതാണ് 4ാമത്തത്. 5ാമത്തത് 723/2025 ഒരു വില്ലയിലൊരു ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയുള്ള കേസാണ്. പക്ഷേ ഈ ചന്ദ്രമോഹൻ DCPയുടെ മുമ്പിൽ വന്ന് എനിക്ക് പരാതിയില്ല, സുഗതൻ കുറ്റക്കാരനല്ല, എനിക്ക് വ്യാജ പരാതി എന്നെ കൊണ്ട് കൊടുപ്പിച്ചതാണ് DCPയുടെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേസ് എന്നിട്ടും പിൻവലിച്ചിട്ടില്ല. 6ാമത്തെ കേസ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഒരു വാർത്തകൾ വന്ന കേസാണ് ഈ പാപ്പാട് മഹിളാ മന്ദിരം. DK പ്രശാന്തിൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തിയില്ല പാപ്പാട് മഹിളാ മന്ദിരം. അതിൻ്റെ അഴിമതി, അത് സ്ഥലത്തെ കൗൺസിലറെ അറിയിക്കാതെ മേയർ അറിയിക്കാതെയും ഉദ്ഘാടനത്തിൽ ദ്രുതഗതിയിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുൻ MLA PK പ്രശാന്ത് ശ്രമിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഈ പാപ്പാട് മഹിളാ മന്ദിരത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ നടത്തിയിട്ടുള്ള ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അടുത്ത 6ാമത്തെ കേസ്. 7ാമത്തെ കേസ് അവസാനം വെള്ളേക്കടവ് കടയിൽ മുടുമ്പ് എന്നുള്ള ക്ഷേത്രത്തിൽ
ഗാനമേള നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവത്തിന് ഗാനമേള നടക്കുന്ന സമയത്ത് ഭക്തിഗാനമേളയായിരുന്നു. ഭക്തിഗാനം പാടിക്കൊണ്ടിരുന്ന ഗാനമേള ഗ്രൂപ്പുകാരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഭക്തിഗാനം പാടാൻ പാടില്ല, DJ പാടണം എന്ന് നിർബന്ധിക്കുകയും ചെയ്ത ഒരു ക്രിമിനൽ സംഘം, CPMന്റെ ഒത്താശയോടെയുള്ള ഒരു ക്രിമിനൽ സംഘത്തിനെ അവിടെ ക്ഷേത്രത്തിൽ പ്രശ്നമുണ്ടായപ്പോൾ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും നാട്ടുകാരും വീട്ടിലിരുന്ന കൗൺസിലർ സുഗതനെ, ഒരു ജനപ്രതിനിധിയായിട്ടുള്ള കൗൺസിലറെ സ്വാഭാവികമായും ക്ഷേത്ര ഭാരവാഹികൾ വിളിക്കും, ഒരു വിഷയം ആ സമയത്ത് അവിടെ വിഷയങ്ങൾ തീർക്കേണ്ടത് കൗൺസിലറാണ് എന്ന രീതിയിൽ വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം ഒരു കൗൺസിലറാണ്, ജനങ്ങളോട് അത് പോകാൻ ബാധ്യസ്ഥനാണ്. അദ്ദേഹം പോയി അവിടെ സുഗതൻ സംഘർഷമുണ്ടാക്കുകയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അന്വേഷിക്കുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ പ്രശ്നം ആരാണ് ഉണ്ടാക്കിയെന്നുള്ളത് ആ വീഡിയോ കൃത്യമായും കാണുമ്പോൾ, ആ വീഡിയോ ഇപ്പം നമുക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് നമുക്ക് സമൂഹത്തിന് കേൾക്കാൻ പറ്റാത്ത ഒരു അസഭ്യ വർഷങ്ങളും ഒക്കെ മുഖത്തുന്ന ഒരു ക്രിമിനൽ സംഘവും സാമൂഹ്യ വിരുദ്ധന്മാരുടെ അഴിഞ്ഞാട്ടമാണ്. അവിടെ സുഗതന്റെ ആ ഭാഗത്ത് സുഗതനെ കാണാനുമില്ല. പക്ഷേ ഇവിടുത്തെ SHO വിപിന് മുൻ MLAയ്ക്കും CPMനും സുഗതനെ വീണ്ടും കൊടുക്കുവാനുള്ള ഒരവസരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തതാണ് വെള്ളൈക്കടവ് കേസ്. ഇതാണ് 7 കേസുകൾ. ഈ 7 കേസിൽ ഈ വെള്ളൈക്കടവിൽ അവസാനത്തെ കേസിൽ 4 പ്രതികളാണ്. അതിൽ ഒരു പ്രതിക്ക് ജാമ്യം കിട്ടി. മറ്റ് 3 പേർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് പോയി. 1/6/2026 അതായത് ഈ ജൂൺ 1 ബെയിൽ ആപ്ലിക്കേഷൻ നമ്പർ 2491/2026 നമ്പർ ആ കേസിൽ മുൻകൂർ ജാമ്യം ഭാഗികമായി അനുവദിച്ചു. മറ്റ് 2 പേർക്കും മുൻകൂർ ജാമ്യം അനുവദിക്കുകയും സുഗതനോട് ഇന്നേക്ക്, അതായത് ജൂൺ 1 മുതൽ 8 തീയതിക്കകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാകണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടു. 5 തീയതി സുഗതനെ ചിക്കൻ ബോക്സ് പിടിപെട്ടു. സമൂഹത്തിൻ്റെ സാമൂഹ്യ ബോധമുള്ള ഒരു ജനപ്രതിനിധി നിലയിൽ ഹാജരായി കഴിഞ്ഞാൽ മറ്റ് പോലീസുകാർക്കും മറ്റ് സാഹചര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 5/6/26 വീണ്ടും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു സുഗതൻ. ഈ ദിവസങ്ങളിൽ 8 തീയതിയിൽ നിന്നും കുറച്ച് സമയം നീട്ടിത്തരണം ഹാജരാവാൻ, എനിക്ക് അസുഖബാധിതനായി ഞാൻ കിടക്കുകയാണ്, അതുകൊണ്ട് നീട്ടിത്തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് സുഗതൻ ഒരു അഭ്യർത്ഥന ചെയ്തുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ ഹർജി കൊടുത്തു. ഹൈക്കോടതി ഹൈക്കോടതി ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ 9 തീയതിയാണ് സുഗതനെ അറസ്റ്റ് ചെയ്യുന്നത്. 10 തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി 2 ആഴ്ച സമയം സുഗതന് നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 9 തീയതി അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പെറ്റീഷൻ 5 തീയതി കൊടുത്തത് SHOയ്ക്കും എല്ലാം വിവരം കിട്ടും. അതിനു മുമ്പേ സുഗതനെ പിടിക്കണം എന്നുള്ളൊരു വാശി. അപ്പോൾ 8 തീയതിയാണ് കാപ്പ ചുമത്തുന്നത്. സുഗതന്റെ കയ്യിൽ കാപ്പ ചുമത്തിയതിന് നോട്ടീസോ ഒന്നും കൊടുത്തിട്ടില്ല. കാപ്പ ഉണ്ടെന്നുള്ള വിവരവും കൊടുത്തിട്ടില്ല. സുഗതൻ ഒളിവിലൊന്നും പോയിട്ടില്ല. സുഗതൻ അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് വീട്ടിൽ കിടന്ന സുഗതന് ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കിയത് കൊണ്ടാണ് 10 തീയതി ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം 10 തീയതി മുതൽ 25 തീയതി വരെ സമയം നീട്ടിക്കൊടുത്തു സുഗതന്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഹൈക്കോടതി ഈ 10 ദിവസം നീട്ടിക്കൊടുക്കുമ്പോൾ, 2 ആഴ്ച നീട്ടിക്കൊടുക്കുമ്പോൾ ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ ഈ കേസിന് എത്രത്തോളം കാഠിന്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ഇത് ഹൈക്കോടതി 2 ആഴ്ച നീട്ടിക്കൊടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിക്രമിച്ച് കയറി വീട്ടിൽ 2 പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ തോക്ക് ചൂണ്ടുകയും സുഗതനും ഭാര്യയും, തൊട്ടടുത്ത് താമസിക്കുന്ന സുഗതന്റെ ചേട്ടനും ഭാര്യയും അല്ലാതെ അവിടെ ആ വീട്ടിൻ്റെ പരിസരത്ത് ആരുമില്ലായിരുന്നു. അവിടെ തോക്ക് വെടിവെക്കേണ്ട കാര്യമില്ല. ഈ ചില സമയത്തൊക്കെ നമുക്കൊരു ജോക്കായിട്ടാണ് തോന്നുന്നത് ഈ പോലീസുകാരുടെ പ്രവൃത്തി. ഇവരിങ്ങനെ വെറുതെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് വെടിവെച്ച് കളിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്
ഈ ഒരു എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. കാരണം അവിടെ പരിസരത്ത് ആരും അറിഞ്ഞില്ല. 9:30 മണിക്ക് വന്ന് കയറുന്നു. മഴ ആയതുകൊണ്ട് ഒതുങ്ങി നിൽക്കട്ടെ സഹോദരി എന്ന് സുഗതൻ്റെ ഭാര്യയെടുത്ത് പറയുന്നു. ഒതുങ്ങി നിൽക്കുന്നവരെ അതിക്രമിച്ചാൽ കയറുകയാണ്. ഷർട്ടിടാതെ, ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഷർട്ടിടാതെ കിടക്കുന്ന സുഗതനെ ആക്രമിക്കുന്നു. പിള്ളേരെ 14 വയസ്സുകാരെ മോൻ എൻ്റെ അച്ഛനെ കൊണ്ടുപോകരുതെന്ന് മോനും 8 വയസ്സായ കുട്ടി മോളും കേണപേക്ഷിച്ചു എൻ്റെ അച്ഛനെ കൊണ്ട്. ഭാര്യ പറയുന്ന വീഡിയോ ഉണ്ട്. അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാവും എന്ന് പറഞ്ഞിട്ട് പോലും വാശിയും വൈരാഗ്യവും കാണിക്കാൻ തന്നെയാണ് പോലീസ് തോക്കെടുത്ത് വെടിവെച്ചിട്ടുള്ളത്. തോക്കെടുത്ത് വെടിവെച്ച് വലിയ ആളാവാനും ഒക്കെ ശ്രമിക്കും, ലോകം മുഴുവൻ അറിയിക്കാനും. സുഗതൻ ഇതിനേക്കാളും വലിയ ഭയങ്കരമായ ഒരു കൊടും ക്രിമിനലാണ്, BJPയുടെ കൗൺസിലർ എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ തോക്ക് ഉപയോഗിച്ചതും. ഇത്രയും നീചമായ പ്രവൃത്തി ഞങ്ങളതിനെ ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കമുള്ള സ്ഥാപനങ്ങളെ ഞങ്ങൾ കാണുകയാണ്. നീതിപരമായിട്ടുള്ള നിയമത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വെറും ഈ SHO വിപിൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും നീചമായ പ്രവൃത്തിക്കെതിരെ ശക്തമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ പാർട്ടി ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 തവണ കാപ്പ ചുമത്തിയിട്ടും സാമൂഹ്യ വിരുദ്ധനാണെന്ന് പാടി പ്രചരിപ്പിച്ചിട്ടും വാഴോട്ടുകോണത്ത് ജനങ്ങൾ ശിരസ വഹിച്ചു, സുഗതനെ സ്വീകരിച്ചു. സുഗതനെ ഞങ്ങളുടെ ജനപ്രതിനിധിയായി വേണം, ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാതെ വോട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് CPMൻ്റെ കോട്ടയായിട്ടുള്ള വാഴോട്ടുകോണത്ത് ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. സുഗതനെ ജനങ്ങൾ എത്രത്തോളം അംഗീകരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. എന്തായാലും ഇവിടെ ഉയർന്നു വരുന്ന ചോദ്യം, തുടർച്ചയായി 2 കൗൺസിൽ യോഗങ്ങളിൽ സുഗതൻ എന്ന കൗൺസിലർ പങ്കെടുത്തിട്ടില്ല. 3 കൗൺസിൽ യോഗങ്ങളിൽ ഇത്തരത്തിൽ തുടർച്ചയായി പങ്കെടുത്തില്ല എങ്കിൽ കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും, അല്ലെങ്കിൽ അയോഗ്യനാക്കേണ്ടി വരും എന്നുള്ളതാണ് നിയമം. ആ ഒരു ചോദ്യം കരമന ജയനോട് ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് നിയമത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ കൗൺസിൽ യോഗം ഉടൻ ചേരുമോ എന്നുള്ളതാണ്. പ്രതിപക്ഷം ആരോപിക്കുന്നത് നിലവിലിപ്പോൾ കൗൺസിൽ യോഗം മേയറോ അല്ലെങ്കിൽ നഗരസഭാ ഭരണാധികാരികളോ നിലവിലിപ്പോൾ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അതിങ്ങനെ ചോദിക്കുമ്പോൾ ഇന്ന് അല്ലെങ്കിൽ നാളെ എന്നുള്ള രീതിക്കുള്ള ഒരു പ്രതികരണമാണ് എന്നാണ് വ്യക്തമാകുന്നത്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.